ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ജീപ്പിന് പുറകെ രേവതി ഓടുന്നത് കണ്ട് ശരത്ത് ചോദിക്കുന്നു, എന്തിനാ ചേച്ചി അയാൾക്ക് വേണ്ടി ഇങ്ങനെ കരയുന്നത്? 2 ദിവസം ജയിലിൽ കിടന്ന് കഴിയുമ്പോൾ അയാളുടെ അഹങ്കാരം മാറുമെന്ന് പറയും. നീ എന്താ ശരത്ത് ഈ പറയുന്നത്? നിനക്ക് വേണ്ടി സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയും. എനിക്ക് വേണ്ടിയോ? അങ്ങനെ രേവതി ശരത്തിനോട് കാര്യങ്ങളെല്ലാം പറയും. നിനക്ക് വേണ്ടിയാണ് ശരത്തേട്ടൻ ഇങ്ങനെ ചെയ്തതെന്നും പ്രിൻസിപ്പൾ നിന്നെ എക്സാമിന് ഇരുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പേ ആക്ട് ചെയ്തതാണെന്നൊക്കെയുള്ള സത്യം ശരത്തിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ശരത്ത് പറയും, ചേച്ചി ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് എന്താ പറയാഞ്ഞെന്നൊക്കെ പറയും. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോയി SIയോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് സച്ചി അറസ്റ്റ് ചെയ്തത് SP ആണ്. സ്ഥലത്തുണ്ടായിരുന്ന SI എടുത്ത് കാര്യം പറയും, ഞാനല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, SP ആണ്. SPക്ക് മാത്രമേ അതിനെ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. സാറേ അങ്ങനെ പറയരുതേ, നിന്നെ അവൻ റോഡിലിട്ട് ഇത്ര അടിച്ചില്ലേ, പിന്നെ എന്തിനോടാ അവനോട് ഇത്ര സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നതെന്ന് പറയും. അത് ഞങ്ങളൊരു ആക്ടിങ് ചെയ്തതാണ്. ഇതെൻ്റെ അനിയൻ ശരത്ത് അവനെ എക്സാം എഴുതിക്കാൻ പറ്റത്തില്ലെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. അവന് അറ്റൻഡൻസ് കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു നാടകം കളിച്ചാന്നൊക്കെ പറയും. ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ രാവിലെ അവനെ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. എങ്കിൽ ഞങ്ങൾ സച്ചേട്ടനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കും. അത് വേണമെങ്കിൽ കയറി കാണാൻ പറയും. അങ്ങനെ സച്ചിയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സാരമില്ല രേവതി, ഇനിയിപ്പോൾ നാളെയല്ലേ ഇവിടെ നടക്കാൻ പറ്റൂ, നീ കരയാതെ ശരത്തെ നീ ചേച്ചിയും കൂട്ടി വീട്ടിലോട്ട് പോകാൻ പറയും. ഇല്ല സച്ചേട്ടനില്ലാതെ ഞാൻ ഇവിടുന്ന് പോത്തില്ലെന്ന് പറയും. അവർ ഞാൻ ഏതെങ്കിലും ഉന്നത സ്വാധീനമുള്ള ആരെങ്കിലും വിളിച്ചാൽ സച്ചേട്ടനെ വിടാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറയും. അതൊന്നും വേണ്ട രേവതി എന്ന് പറഞ്ഞിട്ടും രേവതി കേൾക്കാതെ വർഷയെ വിളിക്കും. വർഷയുടെ കാര്യങ്ങളൊക്കെ പറയുവാണ്. വർഷ പറയും, ചേച്ചി എന്തൊരു അബദ്ധം നിങ്ങൾ രണ്ടുപേരും കാണിച്ചത്, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. നീ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറ, സച്ചേട്ടനെ വിടാൻ പറയും. ഞാനൊന്ന് നോക്കട്ടെ ചേച്ചി, ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറയും. അങ്ങനെ വർഷയിരുന്ന് ആലോചിക്കുമ്പം പെട്ടെന്ന് ആരുടെയും പേര് ഓർമ്മ വരത്തില്ല. അങ്ങനെ വർഷയുടെ അച്ഛൻ മധുസൂദനൻ നായർ ഗവൺമെൻറ് സർവീസിലായിരുന്നല്ലോ, അപ്പം അച്ഛനെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ മഹിമയെ കോൾ ചെയ്യും. മഹിമയെ വിളിക്കുമ്പോൾ ആ വർഷേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും അമ്മ എന്ന് ചോദിക്കും. നിനക്ക് ക്യാഷ് വല്ലതും വേണോ മോളെ? എനിക്ക് ക്യാഷൊന്നും വേണ്ട, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അച്ഛൻ്റെ ഫ്രണ്ടാണല്ലോ ഇവിടുത്തെ SP, ഒന്ന് വിളിച്ച് പറയാൻ പറയും. അവരെ മധുവേട്ട അവളുടെ ഒരു വേറെ വേണ്ടപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മധുവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ച് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിക്കും. അത് പോലീസുകാർക്കൊന്നും ഞാൻ ഇടപെടത്തില്ല, തക്കതായ കാരണമില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയും. അത് ഫ്രണ്ട് ആരാ എന്നൊക്കെ ചോദിക്കാൻ പറയും. ഉടനെ പറയും, ആരാ മോളെ എന്ന് ചോദിക്കും. അത് സച്ചേട്ടനാന്ന് പറയും. ആ റൗഡിക്ക് വേണ്ടിയാണോ നീ അച്ഛനോട് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞതെന്ന് പറയും. അവൻ എന്നെ വീട്ടിൽ കയറി തല്ലിയതൊക്കെ അവളങ്ങ് മറന്നുപോയോ? അവന് വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് റെക്കമെൻഡ് ചെയ്യണമെന്ന്, വേണമെങ്കിൽ അവൻ്റെ കയ്യും കാലും തല്ലി കൊടുക്കാൻ ഞാൻ പറയാമെന്ന് പറയും. അപ്പോഴത്തേക്ക് വർഷം അങ്ങ് ഫോൺ കട്ട് ചെയ്യും. ചോദിക്കും, അപ്പം മധുസൂദൻ പറയും, ഇപ്പോൾ മഹിമ നിനക്ക് കുളം കലക്കാൻ പറ്റിയ അവസ്ഥയാണ്, കുളം കലയും കിടക്കുക, അതിൽ നിന്ന് നിനക്ക് മീൻ പിടിക്കാം. എങ്ങനെ മതിയേട്ടാ? നീ നേരെ ചന്ദ്രോദയത്തിൽ ചെന്ന് ആ ചന്ദ്രമതിയെ നിലക്കി വിടാൻ പറയും. അവൻ സ്റ്റേഷനിൽ ആയ കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞ് നീ കുറച്ച് എരികേറ്റി പറയാൻ പറയും. ഇത് കേൾക്കുന്ന പാട് മഹിമ നേരെ ചന്ദ്രോദയത്തിലോട്ട് ചെന്ന് ചന്ദ്രമതിയുടെ വിവരങ്ങളൊക്കെ പറയും. അങ്ങനെ വർഷയുടെ കോളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് രേവതി സ്റ്റേഷനിൽ നിൽക്കുന്നത്. വർഷ വിളിച്ച് പറയും, ചേച്ചി ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഹെൽപ്പ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നതെന്ന് പറയും. ആ സാരമില്ല വർഷയെന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ സച്ചിയെടുത്ത് വന്ന് വിവരം പറയും, ഞാൻ വർഷയെ വിളിച്ച് പറഞ്ഞിരുന്നു, വർഷയുടെ അച്ഛനെ വിളിച്ചപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെന്നൊക്കെ പറയും. നീ എന്താ അബദ്ധം രേവതി കാണിച്ചത്? അവൾക്ക് നമ്മൾ സഹായിക്കണമെന്ന് താല്പര്യം കാണും, പക്ഷേ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം നമുക്കറിയത്തില്ല, ഞാൻ അയാളെ വീട്ടിൽ കയറി തല്ലിയത്, അയാൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിക്കും. അതിന് സാരമില്ല, ഞാൻ പറയുന്ന പോലെ ശരത്തെ നീ ചേച്ചിയും കൂട്ടി വീട്ടിലോട്ട് ചെല്ലുക, നാളെ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. വീട്ടിൽ വരുന്ന രേവതിയെ കാണുമ്പം ചന്ദ്രമതി ചോദിക്കും, നീ എവിടെ പോയിരുന്നു? മണി 10 ആയെന്ന് പറയും. എനിക്ക് ഇച്ചിരി വർക്ക് തീർത്ത് കൊടുക്കാനുണ്ടായിരുന്നു അമ്മേ, അതാ ലേറ്റായെന്ന് പറയും. അവനെവിടെ നിൻ്റെ ഭർത്താവ്? സച്ചേട്ടനൊരു ട്രിപ്പുണ്ട്, രാവിലെ വരത്തോളം എന്ന് പറയും. അപ്പോഴത്തേക്ക് രവി സ്റ്റെപ്പ് ഇറങ്ങി വരും. കണ്ടില്ലേ രവിയേട്ടാ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ മരുമോൾ നാവെടുത്ത സത്യം മാത്രമേ പറയത്തുള്ളൂ, ഇപ്പോൾ അവൾ കള്ളം പറഞ്ഞ കണ്ടില്ലേ? ജയിലിൽ പോയ ഭർത്താവ് ട്രിപ്പിന് പോയേക്കോ, നീ ഇത്രയും നേരം സ്റ്റേഷനിൽ ഇരുന്നാണോ മാലയിട്ട് കൊടുത്തതെന്ന് കളിയാക്കി ചോദിക്കും. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ശ്രുതിയും താഴോട്ടിറങ്ങി വരുന്നത്. രണ്ടുപേരും ചിരിക്കുന്നുമുണ്ട്. പറ മോളെ, സച്ചി എവിടെ പോയി? അത് സച്ചിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേ അങ്ങ് ചന്ദ്രമതിക്ക് അങ്ങ് സന്തോഷമാവും. അപ്പോൾ അവരെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ എന്തായാലും സച്ചിക്ക് സ്റ്റേഷനിൽ പുറത്തിറങ്ങാൻ പറ്റും. ശ്രുതിക്ക് സന്തോഷമായി കാണും, കാരണം ഒരു ദിവസത്തേക്കെങ്കിലും സച്ചിയുടെ ശല്യം ഉണ്ടാകത്തില്ല എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. നന്ദി.